ഡൽഹിയിലെ കടുത്ത തണുപ്പ്. ഇടുക്കിയിൽ നിന്നാണ് വരവെങ്കിലും തൊടുപുഴ അത്രയ്ക്ക് തണുപ്പുള്ള പ്രദേശമല്ലല്ലോ. അതുകൊണ്ട് തന്നെ കട്ടിക്കുപ്പായത്തെയും ജാക്കറ്റിനെയും വകവയ്ക്കാതെ തണുപ്പ് തുളച്ചു കയറുന്നുണ്ട്. എന്നാൽ ആ ശൈത്യത്തെ പോലും ചൂടുപിടിപ്പിക്കുന്ന അഭിമാനത്തീ ഉള്ളിൽ കത്തുമ്പോൾ രാജ്യതലസ്ഥാനത്തെ തണുപ്പിനെ മറന്നേപോയി. ഏതൊരു ഇന്ത്യക്കാരന്റെയും സ്വപ്നമായിരിക്കില്ലേ രാജ്യത്തിന്റെ അഭിമാന നിമിഷമായ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുക, അതിന് സാക്ഷ്യം വഹിക്കുക എന്നതൊക്കെ. അതും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അടക്കമുള്ളവരോടൊപ്പമാകുമ്പോൾ അതിന്റെ മധുരം ഇരട്ടിക്കും. A change of color twinning today with the color of Kartavya Path. The National Service Scheme marching contingent. ഇക്കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യതലസ്ഥാനത്ത് നടന്ന പരിപാടികളിൽ ആദ്യന്തം പങ്കെടുക്കാൻ കഴിഞ്ഞതിന്റെ ഹാങ് ഓവർ ഇനിയും സിസ്റ്റർ ഡോക്ടർ നോയൽ റോസിന് മാറിയിട്ടില്ല. റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത കേരളത്തിൽ നിന്നുള്ള NSS വോളണ്ടിയർമാരെ നയിക്കാനുള്ള നിയോഗവുമായാണ് സിസ്റ്റർ ഡൽഹിയിലെത്തിയത്. കേരളത്തിലെ 3000-ഓളം പ്രോഗ്രാം ഓഫീസർമാരിൽ നിന്ന് സന്യാസിനിയായ താൻ ഈ ദൗത്യത്തിനു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നത് പരിപാടികൾ കഴിഞ്ഞിട്ടും സിസ്റ്റർക്ക് വിശ്വസിക്കാനായിട്ടില്ല. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ സിസ്റ്റർ നോയൽ റോസ്, തൊടുപുഴ ന്യൂമാൻ കോളേജിലെ മലയാള അധ്യാപികയാണ്. CMC മേരിമാത പ്രോവിൻസ് അങ്കമാലി അംഗമാണ്. ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹിയിൽ പങ്കെടുക്കാനായിട്ട് പ്രത്യേകിച്ച് നാഷണൽ സർവീസ് സ്കീമിൻ്റെ കേരളത്തെ പ്രതിനിധീകരിച്ചുള്ള 12 വോളണ്ടിയേഴ്സിൻ്റെ കണ്ടിജൻറ്റ് ലീഡറായിട്ട് റിപ്പബ്ലിക് ഡേ പരേഡ് ക്യാമ്പിൽ ഒരു മാസം ഡൽഹിയിൽ പങ്കെടുക്കാൻ ഒരു അവസരം ലഭിച്ചു എന്നുള്ളതാണ്. വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ആ സാഹചര്യത്തെ ഓർക്കുന്നത്. ആദ്യമായിട്ട് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സിസ്റ്ററാണ് കണ്ടിജൻറ്റ് ലീഡറായിട്ട് സേവനം അനുഷ്ഠിച്ചത് എന്നുള്ളതാണ് ഇതിലെ ഒരു ശ്രദ്ധേയമായ കാര്യം. (2008) മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ മലയാളത്തിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ഞാൻ ജോയിൻ ചെയ്യുന്നത്. 2020 നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രോഗ്രാം ഓഫീസറായിട്ട് എനിക്ക് ഒരു അസൈൻമെൻറ്റ് ലഭിക്കുന്നത്. അതുവരെ എഴുത്തും വായനയുമായിരുന്നു എൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു മേഖല. 17ഓളം പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട ജേണലുകളിൽ നിരന്തരമായിട്ട് എഴുതുകയും ചെയ്യുന്നുണ്ട്. സ്ത്രീ ശാക്തീകരണമാണ് എൻ്റെ ഒരു ഏരിയ. ബൈബിളിനെയും സ്ത്രീ ശാക്തീകരണത്തെയും ബന്ധപ്പെടുത്തിയാണ് എഴുത്ത് മിക്കവാറും നടത്താറുള്ളത്. 2020 മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ വെച്ചിട്ടാണ് NSSൻ്റെ പ്രോഗ്രാം ഓഫീസറായിട്ട് നിയമനം ലഭിക്കുന്നത്. അതൊരു പ്രത്യേകമായ നിയമനമല്ല, അധ്യാപകർ തന്നെ ചെയ്യേണ്ട ഒരു എക്സ്ട്രാ ഡ്യൂട്ടിയാണ്. ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും നാഷണൽ സർവീസ് സ്കീം പ്രവർത്തിക്കുന്നുണ്ട്. ഒരു യൂണിറ്റിൽ 50 വോളണ്ടിയേഴ്സാണുള്ളത്. മിക്കവാറും 2 യൂണിറ്റാണ് ഒരു കോളേജിൽ ഉള്ളത്. 100 വിദ്യാർത്ഥികളാണ്, 100 വോളണ്ടിയേഴ്സാണ് ഒരു വർഷം. 2 വർഷമാണ് നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രവർത്തനം ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ടി വരിക. അപ്പോൾ അതനുസരിച്ച് അറ്റ് എ ടൈം കോളേജിൽ 2 ബാച്ചാണ് ഉണ്ടാവുക. ഈ 2 ബാച്ചിലും കൂടെ 200 കുട്ടികൾ, 2 യൂണിറ്റ് ഉണ്ടെങ്കിൽ 200 വോളണ്ടിയേഴ്സ് ഉണ്ടാവും. നിരവധിയായ സാമൂഹിക സേവനമാണ് മിക്കവാറും നാഷണൽ സർവീസ് സ്കീം ചെയ്യുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് യുവാക്കളിലെ അവരുടെ മാനസികമായ പരിശീലനം തന്നെയാണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ത്രൂ കമ്മ്യൂണിറ്റി സർവീസസ്, സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ വിദ്യാർത്ഥിയുടെ വ്യക്തിത്വ വികാസമാണ് നാഷണൽ സർവീസ് സ്കീം ലക്ഷ്യം വയ്ക്കുന്നത്. ഒരു ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ചെറുപ്പക്കാരിയെ സമൂഹത്തിന്, രാഷ്ട്രത്തിന് ഉതകുന്ന ഒരു വ്യക്തിയാക്കി മാനസികമായി പരിവർത്തനം ചെയ്യുക, ആ രീതിയിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നാഷണൽ സർവീസ് സ്കീമിൻ്റെ ലക്ഷ്യം. താൻ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയുടെ ആവശ്യം മനസ്സിലാക്കി അതിൽ തന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഇടപെടുകയും സഹായിക്കുകയും ചെയ്യുക. മാത്രമല്ല പ്രകൃതിയോട് ഇണങ്ങുന്ന മട്ടിൽ അല്ലെങ്കിൽ പാവപ്പെട്ടവരോട് കരുതൽ കാണിച്ച് സ്ത്രീകളെ കൂടുതൽ ബഹുമാനിക്കാൻ പഠിച്ച് അപ്പോൾ അത്തരത്തിലുള്ളൊരു അവബോധം ചെറുപ്പക്കാരിൽ വളർത്തിയെടുക്കുക എന്നുള്ളത് നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഒരു NSS വോളണ്ടിയറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു NSSൻ്റെ പ്രോഗ്രാം ഓഫീസറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് തന്നെ പറയാം.
ആണ് ഏറ്റവും നല്ല ഒരു ചാൻസാണ് റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത്. കേരളത്തിന് 10 വോളണ്ടിയേഴ്സും ലക്ഷദ്വീപിന് 2 വോളണ്ടിയേഴ്സുമാണ്. അങ്ങനെ 12 വോളണ്ടിയേഴ്സാണ് ഇതിൽ പങ്കെടുക്കാനായിട്ട് അവസരം ലഭിക്കുക. 3-4 തലങ്ങളിലായിട്ടുള്ള പരിശീലനത്തിന് ശേഷവും അല്ലെങ്കിൽ ഇവരുടെ ഈ വോളണ്ടിയേഴ്സിൻ്റെ പ്രവർത്തന മികവ്, അവരുടെ വ്യക്തിത്വ ശേഷി ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഈ റിപ്പബ്ലിക് ദിന പരേഡ് ക്യാമ്പിലേക്ക് വോളണ്ടിയേഴ്സ് തിരഞ്ഞെടുക്കപ്പെടുക. വോളണ്ടിയേഴ്സിന് കോളേജ് തലത്തിലും യൂണിവേഴ്സിറ്റി തലത്തിലും സ്റ്റേറ്റ് ലെവലിലും വിവിധ മത്സരങ്ങളുണ്ട്. ഇവരുടെ വ്യക്തിത്വ ശേഷി അളക്കാനുള്ള ഇൻ്റർവ്യൂ ഉണ്ട്. അതുപോലെ പരേഡ് പരിശീലനം, അതിൻ്റെ ഒരു പെർഫോമൻസിൽ നിന്ന് കൂടിയാണ് ഇവരെ സെലക്ട് ചെയ്യുന്നത്. മാത്രമല്ല കൾച്ചറൽ പ്രോഗ്രാം പെർഫോം ചെയ്യാനുള്ള ശേഷി കൂടി പരിശോധിച്ചിട്ടാണ് ഈ കുട്ടികൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതിൻ്റെ കാരണം അവിടെ ഡൽഹിയിൽ പ്രസിഡൻറ്റ് ഹൗസിലും അതുപോലെ തന്നെ PM ഹൗസിലും പ്രധാനമന്ത്രിയുടെ വസതിയിലും ഇവരൊരു കൾച്ചറൽ പ്രോഗ്രാം പെർഫോം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനുള്ള ഒരു മികവ് കൂടി പരിശോധിച്ചിട്ടാണ് കുട്ടികൾ തിരഞ്ഞെടുക്കപ്പെടുക. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ 3000-ലധികം പ്രോഗ്രാം ഓഫീസേഴ്സ് ഉണ്ട്. എൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് റീജിയണൽ ഡയറക്ടറേറ്റിൽ നിന്നാണ് തിരഞ്ഞെടുപ്പ് വരിക. അത് സെൻട്രൽ മിനിസ്ട്രി അംഗീകരിക്കുമ്പോഴാണ് പ്രോഗ്രാം ഓഫീസർക്ക് ഇവരുടെ കണ്ടിജൻ്റ് ലീഡറായിട്ട് പ്രവർത്തിക്കാനായിട്ട് കഴിയുക. 2 വർഷത്തെ പ്രവർത്തനം നിർമ്മല കോളേജിൽ ചെയ്തതിന് ശേഷം തൊടുപുഴ ന്യൂമാൻ കോളേജിലേക്ക് ട്രാൻസ്ഫർ ആയതിന് ശേഷം ഇവിടെയും അതേ ഡ്യൂട്ടി തന്നെയാണ് എന്നെ ഏൽപ്പിച്ചത്. നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രോഗ്രാം ഓഫീസർ എന്നുള്ള ഒരു ഡ്യൂട്ടി. ന്യൂമാൻ കോളേജിലും 2 വർഷം വളരെ അധികം നന്നായിട്ട് ഈ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിരുന്നു. അതിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഒരു പ്രവർത്തനം, ഈ കഴിഞ്ഞ ഒറ്റ വർഷം വീടില്ലാത്തവർക്ക് വേണ്ടി 12 വീടുകൾ നിർമ്മിച്ച് നൽകാൻ സാധിച്ചു എന്നുള്ളതാണ്. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ ഒരു ഭാഗികമായ ധനസഹായം അതിന് ലഭിച്ചിരുന്നു. ബാക്കി ഫണ്ടെല്ലാം ഇങ്ങനെ ആളുകളോട് നടന്ന് പിരിപ്പിച്ച് ആണ് വീടിൻ്റെ പണി പൂർണ്ണമായിട്ടും പൂർത്തിയാക്കിയത്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ കൂടി പരിഗണിച്ചതിൻ്റെ പേരിൽ ആയിരിക്കണം കഴിഞ്ഞ 2 പ്രാവശ്യം MG യൂണിവേഴ്സിറ്റിയിലെ ബെസ്റ്റ് പ്രോഗ്രാം ഓഫീസർ അവാർഡ് എനിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അത്തരം പ്രവർത്തന മികവുകൾ കൂടി പരിഗണിച്ചിട്ടായിരിക്കണം ഒരു സെലക്ഷൻ നമുക്ക് ഈ മേഖലയിൽ ലഭിച്ചത്. എന്തായാലും ഡൽഹിയിൽ എല്ലാ സ്റ്റേറ്റിൽ നിന്നും 200 വോളണ്ടിയേഴ്സാണ് ഈ റിപ്പബ്ലിക് ഡേ പരേഡ് ക്യാമ്പിൽ പങ്കെടുക്കുക. അത് 1 മാസത്തോളം നീളുന്ന പരിശീലന ക്യാമ്പാണ്. റീജനായിട്ട് തിരിച്ചു 15 റീജനാണുള്ളത്. ഒരു റീജനിൽ 2-3 സ്റ്റേറ്റുകൾ ഉണ്ടാകാം. നോർത്ത് ഈസ്റ്റിലൊക്കെ വരുമ്പോൾ 8 സ്റ്റേറ്റാണ് ഒറ്റ റീജനായിട്ട് നോർത്ത് ഈസ്റ്റ് റീജനായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു 15ഓളം പ്രോഗ്രാം ഓഫീസേഴ്സും എൻ്റെ പോലെ തന്നെ ഇതിൽ പങ്കെടുത്തിരുന്നു. മാത്രമല്ല അതിൻ്റെ നടത്തിപ്പുകാരും എല്ലാവരും ചേർന്ന് ഒരു 250ഓളം പേര് വരുന്ന ഒരു ടീമാണ് ഈ നാഷണൽ സർവീസ് സ്കീമിൻ്റെ റിപ്പബ്ലിക് ഡേ പരേഡ് ക്യാമ്പിൽ പങ്കെടുത്തത്. അതിൽ ആദ്യമായിട്ടാണ് ഒരു കാത്തലിക് നൺ ഈ പരേഡ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. കുട്ടികളെ ഈ റിപ്പബ്ലിക് ദിന പരേഡ് ക്യാമ്പിൻ്റെ പരിശീലനത്തിന് വേണ്ടി ഒരുക്കാനായിട്ട് ഒരു സിസ്റ്റർ എന്നുള്ള നിലയിൽ 1 മാസം പൂർണ്ണമായിട്ടും അവരിൽ ഒരാളായി ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. അതിലുപരി പലർക്കും കിട്ടാത്ത ഒരു അപൂർവമായ ഒരു അവസരം കൂടിയായിരുന്നു അത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ ശരിക്കും ഒരു ക്രിസ്ത്യാനിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു അസുലഭമായ ഒരു മുഹൂർത്തമായിട്ട് തന്നെയാണ് അതിനെ കണ്ടത്. ഒരു കാത്തലിക് നൺ, ഒരു സിസ്റ്റർ എന്നതിലുപരി നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ ക്രിസ്ത്യാനിറ്റി തന്നെ വല്ലാതെ ഇൻവിസിബിൾ ആണ് എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ, ഇപ്പോൾ ഞങ്ങളുടെ ആ ഗ്രൂപ്പിൽ തന്നെ അങ്ങനെ ക്രിസ്ത്യൻ സാന്നിധ്യമൊക്കെ വളരെയധികം കുറവാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചും. അപ്പോൾ അതുകൊണ്ട് ഫുൾ ടൈം ഒരു റിലീജിയസ് വേഷധാരിയായ എന്നെ ആദ്യമൊക്കെ കുട്ടികൾ വലിയ കൗതുകത്തോടു കൂടിയോ സംശയത്തോടു കൂടിയോ ഒരു അകലം പാലിച്ചൊക്കെയാണ് എൻ്റെ അടുത്ത് പെരുമാറിയിരുന്നത്. പക്ഷേ ഞാൻ ബോധപൂർവം അവരുടെ അടുത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുകയും അവരുടെ പ്രത്യേകിച്ച് വലിയ ക്ലൈമറ്റ് ചേഞ്ച് നന്നായിട്ടുണ്ട്, നല്ല തണുപ്പായിരുന്നു.
അപ്പോൾ പല കുട്ടികൾക്കും മിക്കവാറും കുട്ടികൾ രോഗികളായി തീരാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പനി ജലദോഷമൊക്കെ ഉണ്ടാകുന്നു, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു. അപ്പോൾ കുട്ടികൾക്കൊരു അരക്ഷിത ബോധമൊക്കെ തോന്നുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അത് ഒരു അമ്മയെപ്പോലെ അവരുടെ അടുത്ത് വളരെ അടുത്ത് പെരുമാറാനും അവർക്ക് മരുന്നും ഭക്ഷണവും ഒക്കെ കൊടുത്ത് സ്നേഹത്തോടു കൂടി അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ആദ്യമുണ്ടായിരുന്ന ആ ഒരു അകലം, അതൊക്കെ ആ ഒരു അമ്പരപ്പ്, അകലം, സങ്കോചം അതെല്ലാം മാറുകയും പിന്നീട് റിലീജിയസ് ലൈഫിനെ കുറിച്ച് അവർ ചോദിക്കുകയും എൻ്റെ പേഴ്സണൽ ലൈഫ് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വസ്ത്രം സദാ ധരിക്കുന്നത് എന്നും, ഇങ്ങനെ സന്യാസിനിയാണെങ്കിൽ ഇങ്ങനെ ജോലി ചെയ്യാൻ കഴിയുമോ എന്നും അങ്ങനെയൊക്കെ അങ്ങനെ ചോദിക്കുകയും നമ്മുടെ ലൈഫിനെ കുറിച്ച്, പ്രാർത്ഥനയെക്കുറിച്ച് അങ്ങനെ കുട്ടികൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ജനുവരി 26 ഞായറാഴ്ചയായിരുന്നു. പുലർച്ചെ 2 മണിക്ക് എഴുന്നേറ്റ് 2:30 മണിയോടുകൂടി ഞങ്ങൾ അവിടെ നിന്ന് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് പുറപ്പെടുകയും സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം ഒരു 4-5 മണിയോടുകൂടി കർത്തവ്യ പഥിലെത്തുകയും പിന്നീട് അവരവരുടെ സ്ഥാനങ്ങളിൽ നിലയുറപ്പിക്കുകയും ചെയ്തു. ഒരു 10 മണിക്കാണ് പരേഡ് ആരംഭിക്കുക. പ്രധാനമന്ത്രി വരുന്നു ആദ്യം, പിന്നീട് രാഷ്ട്രപതി വരുന്നു. എല്ലാ വർഷത്തെയും പോലെ പതിവ് പോലെ ഇന്ത്യയുടെ ക്ഷണിക്കപ്പെട്ട അതിഥി ഇപ്രാവശ്യം ഇന്തോനേഷ്യൻ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തെ സ്വീകരിച്ച് കൊണ്ടുവരുന്നു. ഇന്ത്യയുടെ മുഴുവൻ സുരക്ഷാ സംവിധാനങ്ങളും പ്രദർശിപ്പിക്കുകയും സ്വതന്ത്ര ഭാരതത്തിൻ്റെ ശക്തി, അതിൻ്റെ ശേഷി അത് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണല്ലോ റിപ്പബ്ലിക് ദിന ആഘോഷവും ഈ പരേഡും. ഏറ്റവും ചിട്ടയോടും ഡിസിപ്ലിനോടും കൂടി ഇന്ത്യയുടെ വ്യോമസേന, കരസേന, നാവികസേന അവരോടൊപ്പമാണ് ഡൽഹി പോലീസ്, അതുപോലെ ആർമി കണ്ടിജൻറ്റുകൾ, അതിൻ്റെ ഒപ്പമാണ് NCCയും NSSും പരേഡിനായിട്ട് കർത്തവ്യപഥിൽ അണിനിരക്കുക. ആ ചിട്ടയുള്ള പരിശീലനം തന്നെ, ഒരു ഡിസിപ്ലിൻ എന്നുള്ളത് ശരിക്കും പവറാണ്. ഇന്ത്യയുടെ പവർ അതിൻ്റെ ഡിസിപ്ലിനിലാണ്, അതിൻ്റെ അച്ചടക്കത്തിലാണ് എന്നുള്ള ഒരു അച്ചടക്കം എപ്പോഴും ശക്തിയുടെ പ്രതീകമാണ്. ആന്തരികമായ ബലമുള്ളവർക്കേ അച്ചടക്കമുള്ളവരാകാൻ കഴിയൂ. ഈ പരേഡിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത എന്ന് പറയുന്നത് അതിൻ്റെ അച്ചടക്കമുള്ള ആ ഒരു മൂവ്മെൻ്റ് ആണല്ലോ. അത് പരേഡിൽ മാത്രമല്ല, NCCക്കാരെ സംബന്ധിച്ചാണെങ്കിലും NSSനെ സംബന്ധിച്ചാണെങ്കിലും അവരുടെ ജീവിതത്തിൽ അവർ ആർജിച്ചെടുക്കുന്ന അച്ചടക്കമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഈ അച്ചടക്കം തന്നെയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ ഏറ്റവും വലിയ കരുത്ത്. അത് രാജ്യത്തിനെ സംബന്ധിച്ചാണെങ്കിലും അങ്ങനെ തന്നെ. ആ ഒരു കരുത്തിൻ്റെ പ്രകടനമാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. വളരെ അഭിമാനത്തോടു കൂടിയാണ് ആ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത് എന്നുള്ളത് സന്തോഷത്തോടു കൂടി ഓർക്കുന്നു. പരേഡ് മാത്രമല്ല, രാജ്യത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ വസതിയിൽ കൾച്ചറൽ പെർഫോമൻസും ഡിന്നറും ഉണ്ട്. അതുപോലെ തന്നെ പ്രസിഡൻറ്റിൻ്റെ വസതിയിലും കൾച്ചറൽ പെർഫോമൻസും ഡിന്നറും ഉണ്ട്. വൈസ് പ്രസിഡൻറ്റിൻ്റെ ഹൗസിലും വൈസ് പ്രസിഡൻറ്റിനെ സന്ദർശിക്കാനും അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുക്കാനും ഡിന്നറിനും ഉള്ള സാഹചര്യവും ഈ ടീമിന് ലഭിക്കുന്നുണ്ട്. അതെല്ലാം വലിയ സന്തോഷകരമായ ഓർമ്മകളായി തന്നെ മനസ്സിൽ സൂക്ഷിക്കുന്നു. വോളണ്ടിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു എക്സ്പീരിയൻസ് ആയിട്ട് അവരത് മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു. രാജ്യത്തിൻ്റെ ഒരു പരമോന്നതമായ ഒരു പരിപാടിയിൽ ഒരു സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഒഫീഷ്യലായിട്ട് ഔദ്യോഗികമായി തന്നെ പങ്കെടുക്കാൻ ഒരു സിസ്റ്റർ എന്നുള്ള നിലയിൽ എനിക്ക് കഴിഞ്ഞത് തീർച്ചയായിട്ടും ഒരു സിസ്റ്റർ ആണ് എന്നതിൻ്റെ പേരിൽ ഒരിടത്തു നിന്നും, അത് ദേശീയമായ കാര്യങ്ങളാണെങ്കിലും ഒരിടത്തു നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളതും എനിക്ക് ഇവിടെ സാക്ഷ്യപ്പെടുത്താനുമുള്ളത്. തീർച്ചയായിട്ടും എല്ലാ പ്രകാരത്തിലും ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നന്മയെ മുൻനിർത്തി
പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധ്യതകളുണ്ട്. ഒരു സാധ്യതകളും നമ്മുടെ മുൻപിൽ അടയുന്നില്ല, നമുക്ക് മനസ്സും ദൈവത്തിൻ്റെ ഒരു തീരുമാനവും ഉണ്ടെങ്കിൽ.